നമ്മൾ ഇന്നലെ ആൽക്കീൻസിൻ്റെ ഐസോമറീസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ആണ് നമ്മൾ പറയുന്നത്. ആൽക്കീൻസ് 3-4 തരത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആദ്യം ഫ്രം ആൽക്കൈൻസ്. ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ടാണ്. അത് മാറ്റി ഡബിൾ ബോണ്ട് ആക്കണം. നമ്മൾ ആൽക്കൈൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ആൽക്കീൻ്റെ കൂടെ ഹൈഡ്രജൻ ചേർത്താൽ നമുക്ക് ആൽക്കൈൻ കിട്ടും. അതേപോലെ തന്നെ ആൽക്കൈൻ്റെ കൂടെ 2H2 ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈൻ കിട്ടും. അതുപോലെ തന്നെ ആൽക്കൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല CnH2n-2. നമുക്ക് ആവശ്യം CnH2n ആണ്. ഇതാണ് ആൽക്കൈൻ, ഇത് ആൽക്കൈൻ. അപ്പോൾ ഇതിന് കൂടെ ഒരു H2 ചേർക്കണം. അപ്പോൾ ആൽക്കൈനിൽ ട്രിപ്പിൾ ബോണ്ടാണ്. സാധാരണ നമ്മൾ വെറുതെ ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടാം. ഹൈഡ്രജൻ ഗ്യാസ് ചേർക്കുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് വേണം. നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് പ്ലാറ്റിനം, പല്ലേഡിയം ഓർ നിക്കലാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ സാധാരണ പല ഹൈഡ്രോജനേഷൻ നടത്താമെന്ന് കരുതി റിഡക്ഷൻ അഥവാ ഹൈഡ്രോജനേഷൻ ആൽക്കൈൻ എടുക്കണം, അതിലേക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ കടത്തിവിടണം. ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനോ പല്ലേഡിയോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് അത് 2H2 ചേർക്കും. അപ്പോൾ നമുക്ക് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൽക്കൈനെ കിട്ടാം. പക്ഷെ നമുക്ക് ആവശ്യം എന്താണ്? ആൽക്കൈൻ ഒരു H2 ചേർക്കാമോ? എങ്കിൽ നമ്മൾ നമ്മുടെ കാറ്റലിസ്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യണം. കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് പല്ലാഡൈസ്ഡ് ചാർക്കോളാട്ടോ. പല്ലേഡിയം മെറ്റൽ ഓൺ ചാർക്കോൾ കാർബൺ. പല്ലാഡൈസ്ഡ് ചാർക്കോൾ അതിന് ഭയങ്കര കഴിവാണ്. അത് മാത്രം ചേർത്താൽ, നേരിട്ട് ചേർത്താൽ വീണ്ടും നമുക്ക് ആൽക്കൈന് കിട്ടുള്ളൂ. സോ നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കണം. കഴിവ് ഈ കാറ്റലിസ്റ്റിൻ്റെ പല്ലേഡിയം മെറ്റൽ ഓൺ ചാർക്കോൾ അതിൻ്റെ ആക്ടിവിറ്റി നമ്മൾ കുറയ്ക്കണം. അപ്പോൾ പാർഷ്യലി ഡീആക്ടിവേറ്റഡ് ആയിട്ടുള്ള പല്ലാഡൈസ്ഡ് ചാർക്കോളാണ് നമ്മൾ എടുക്കുന്നത്. എങ്ങനെയാണ് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്ന് അറിയാം. ഇതിലേക്ക് കുറച്ച് പോയിസൺ, ഇതിൻ്റെ കഴിവ് കുറയ്ക്കാൻ വേണ്ടി പോയിസണായിട്ട് ചേർക്കുക. സൾഫറോ ക്യുനോലിൻ അങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ ചേർക്കുക. അപ്പോൾ പാർഷ്യലി ഡീആക്ടിവേറ്റഡ് ആയിട്ടത് പാർഷ്യലി ഡീആക്ടിവേറ്റഡ് കഴിവ് കുറഞ്ഞ കാറ്റലിസ്റ്റ്. അതിൻ്റെ കഴിവ് നമ്മളായിട്ട് കുറച്ചതാണ്. പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പല്ലാഡൈസ്ഡ് ചാർക്കോൾ. അതിന് ഏതെങ്കിലും ചാർക്കോൾ എടുക്കാം നമ്മൾ കൈ. അപ്പോൾ പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പല്ലാഡൈസ്ഡ് ചാർക്കോളിൻ്റെ പേരാണ് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് കേട്ടോ. ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെച്ചു. നിങ്ങൾ പല്ലേഡിയം ബാർ സി എന്നിട്ടാൽ മതി. ഇത് കാർബൺ അഥവാ ചാർക്കോൾ. പല്ലേഡിയം ഓൺ ചാർക്കോൾ പറയുമ്പോൾ നിങ്ങൾ ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പല്ലാഡൈസ്ഡ് ചാർക്കോളാണ് കാറ്റലിസ്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ആൽക്കൈനിലെ ഒരു ബോണ്ട് മാത്രമേ മാറുള്ളൂ. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ എടുക്കണ ആൽക്കൈൻ CH3 C ട്രിപ്പിൾ ബോണ്ട് CH3 ബ്യൂട്ടൈൻ ആണ് എടുക്കണമെങ്കിൽ. ബ്യൂട്ടൈൻ But2I, അതായത് സെക്കൻഡ് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട്. അതിലേക്ക് നമ്മൾ കണ്ട ഹൈഡ്രജൻ ചേർക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് പല്ലാഡൈസ്ഡ് ചാർക്കോൾ. അതിന് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റിന് പേര് എഴുതാൻ മതി. അപ്പോൾ ഒരു H2 ചേരുള്ളൂ കേട്ടോ. 2 H2 എടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. പക്ഷേ നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ കഴിവ് കുറച്ച് ഡീആക്ടിവേറ്റഡ് ആണ് നമ്മുടെ കാറ്റലിസ്റ്റ്. അപ്പോൾ ഇത് ഒരു H2 ചേർക്കുള്ളൂ. ഇവിടെ ഒരു ഹൈഡ്രജൻ ചേരും, ഇവിടെ ഒരു ഹൈഡ്രജൻ ചേരും. അപ്പോൾ നമുക്ക് ബ്യൂട്ടീൻ കിട്ടും. 2 ബ്യൂട്ടീന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിസ് ഫോം ഉണ്ട്, ട്രാൻസ്ഫോം ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടുക സിസ് ഐസോമർ കേട്ടോ. അപ്പോൾ നമുക്ക് സിസ് രൂപത്തിൽ തന്നെ വരയ്ക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH3. സിസ് ആണെങ്കിൽ ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് ആർ ഓൺ സെയിം സൈഡ്. നമുക്ക് കിട്ടാം സിസ് ബ്യൂട്ടീൻ. അപ്പോൾ ആൽക്കൈൻ ഓൺ റിഡക്ഷൻ വിത്ത് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് വി ഗെറ്റ് സിസ് ഐസോമർ ഓഫ് ആൽക്കീൻ. അപ്പോൾ നമ്മൾ ബ്യൂട്ടൈൻ എടുക്കണമെങ്കിൽ നമുക്ക് സിസ് 2 ബ്യൂട്ടീൻ കിട്ടും. ഓക്കെ. അപ്പോൾ ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി ഡീആക്ടിവേറ്റഡ് ആയിട്ടുള്ള പല്ലാഡൈസ്ഡ് ചാർക്കോൾ, പല്ലേഡിയം ഓൺ ചാർക്കോൾ. ദെൻ ഇതേ ആൽക്കൈനെ തന്നെ നമ്മൾ കാറ്റലിസ്റ്റ് മാറ്റാട്ടോ. CH3 C ട്രിപ്പിൾ ബോണ്ട് CH3 ബ്യൂട്ടൈൻ തന്നെ ബ്യൂട്ട് 2. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ എടുക്കാം കേട്ടോ. സോഡിയം മെറ്റലിന് ലിക്വിഡ് അമോണിയയിലിട്ടാൽ അത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. മെറ്റലുകൾ ആസിഡായിട്ട് പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ സോഡിയം വാട്ടറായിട്ട് പ്രവർത്തിച്ചാൽ തന്നെ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ സോഡിയത്തെ ലിക്വിഡ് അമോണിയയിലാണ് ഡിസോൾവ് ഇടുന്നത്. അപ്പോൾ അവിടുന്ന് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ആ ഹൈഡ്രജൻ ഉപയോഗിച്ച് നമുക്ക് കിട്ടാം ട്രാൻസ് ബ്യൂട്ടീൻ ആയിട്ടാണ് കിട്ടാം. C ഡബിൾ ബോണ്ട് C. ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ്. ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ CH3, ഇനി ഇവിടെ CH3 വരും ഓൺ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ട്രാൻസ് 2 ബ്യൂട്ടീൻ അല്ലെങ്കിൽ ട്രാൻസ് ബ്യൂട്ടീൻ. അപ്പോൾ ശ്രദ്ധിക്കുക,
ആൽക്കൈൻ ഓൺ റിഡക്ഷൻ വിത്ത് ലിൻലാർസ് കാറ്റലിസ്റ്റ്, അതായത് പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പല്ലാഡൈസ്ഡ് ചാർക്കോൾ, നമുക്ക് കിട്ടുക സിസ് ഐസോമർ ഓഫ് ആൽക്കീൻ. നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ കഴിവ് കുറച്ചേക്കാണ്, ഡീആക്ടിവേറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ 2 H2 ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഹൈഡ്രജൻ നേരിട്ട് കൊടുക്കല്ല, മെറ്റലിൻ ആസിഡ് അല്ല എടുക്കണേ, മെറ്റലിൻ ബേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് അമോണിയ എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടാം ട്രാൻസ് ഐസോമർ ഓഫ് ആൽക്കീൻ. അപ്പോൾ ഫ്രം ആൽക്കൈൻസ് കണ്ടു കേട്ടോ. സിസ് ഐസോമർ കിട്ടാനാണെങ്കിൽ ലിൻലാർസ് കാറ്റലിസ്റ്റ് എടുക്കാം. ട്രാൻസ് ഐസോമർ കിട്ടാനാണെങ്കിൽ നമ്മൾ സോഡിയം ലിക്വിഡ് അമോണിയ ചേർക്കാം കേട്ടോ. അടുത്ത പ്രിപ്പറേഷൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡ്സ് അത് നമ്മൾ ആൽക്കൈലിന് വേണ്ടി പഠിച്ചു, വൂഡ്സ് റിയാക്ഷൻ വഴിയും റിഡക്ഷൻ വഴിയും. ഇവിടെയും നമ്മൾ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് എടുക്കേണ്ടി കേട്ടോ. ആൽക്കൈൽ ഹാലൈഡ്സ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി അവിടെ ഹാലജൻ വരുന്നു, അതാണ് ആൽക്കൈൻ ഹാലൈഡ്. അതിൽ നിന്ന് ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചത് ആൽക്കീൻ പ്രിപ്പയർ ചെയ്യാനാണ് കേട്ടോ. അതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. CH3CH2Br, ഈഥൈൽ ബ്രോമൈഡ്, അല്ലെങ്കിൽ ബ്രോമോ ഈഥൈൻ എന്ന് പറയാം കേട്ടോ. ഈഥൈൽ ബ്രോമൈഡ്. ഇതിലോട്ട് ആൽക്കഹോളിക് മീഡിയത്തിൽ ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്ത പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഹീറ്റ് ചെയ്യാം. വാട്ടറിലല്ലാത്ത ഡിസോൾവ് ചെയ്യുന്ന ആൽക്കഹോളിൽ ആൽക്കഹോളിക് കെയോളജ് ചേർത്ത് ഹീറ്റ് ചെയ്യും. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം, ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്ത പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എലിമിനേഷൻ റിയാക്ഷനാണ് നടക്കുക. ഇതിനു മുന്നേ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് റിയാക്ഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിൽ ഒരു ആറ്റം പോയിട്ട് വേറൊരു ആറ്റം വരും. അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ H2 ഒക്കെ നേരത്തെ ചേർത്തില്ലേ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളവരിലേക്ക് വേറെ ആറ്റംസ് വന്ന് ചേരും, അത് അഡീഷൻ. ഇവിടെ എലിമിനേഷൻ, ഇവരിൽ നിന്ന് ഗ്രൂപ്പ് പോവാണ്. എവിടെ നോക്കിയാൽ പോകണമെന്ന് ഈ കാർബണിൽ നിന്ന് ഒരു ഹാലജൻ പോകും, അപ്പോൾ ആ കാർബണിൻ്റെ ബാലൻസ് ഒന്ന് കുറയൂട്ടാണ്. തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും പോകും. അപ്പോൾ ഇവിടുന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യും, ഇവിടുന്ന് ബ്രോമിൻ എലിമിനേറ്റ് ചെയ്യും. 2 കാർബണിൻ്റെ ബാലൻസ് ഓരോന്ന് കുറയും. സോ അവർക്കിടയ്ക്ക് ഡബിൾ ബോണ്ട് വരും. CH2 അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ടാണ്, CH3 ആയിരുന്നു, അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി, ഡബിൾ ബോണ്ട്, ഇവിടുത്തെ Br CH2, വി ഗെറ്റ് ഈഥീൻ പ്ലസ് ഇവിടുന്ന് പോകുന്ന Br പൊട്ടാസ്യത്തിന് കൂടി ചേർന്ന് KBr പ്ലസ് ഇവിടെ നിന്ന് പോകുന്ന H ഇവിടുത്തെ OH ആയിട്ട് ചേർന്ന് വാട്ടർ. ഈ റിയാക്ഷന് ഒരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് നെയിം ചെയ്യുമ്പോൾ നമ്മൾ കാർബൺ നമ്പർ 1 ആണ് കൊടുക്കുക, തൊട്ടടുത്ത കാർബണിന് 2 എന്നൊക്കെ പറയും. അതേസമയം കോമൺ സിസ്റ്റം അനുസരിച്ച് നെയിം ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് 1 പകരം നമ്മൾ ആൽഫ കാർബൺ പറയും, കോമൺ നെയിമിൽ കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത കാർബണിനെ നമ്മൾ പറയും ബീറ്റ, അതിൻ്റെ അപ്പുറത്ത് കാർബൺ ഉണ്ടെങ്കിൽ ഗാമ, പിന്നെയാണെങ്കിൽ ഡെൽറ്റ ആണ്. ഇവിടെ നമ്മുടെ ഹൈഡ്രജൻ ഈസ് എലിമിനേറ്റഡ് ഫ്രം ബീറ്റ കാർബൺ, മസ്റ്റായിട്ടുള്ള കാര്യം. ഫങ്ഷണൽ ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യണ കാർബണിൻ്റെ തൊട്ടടുത്ത കാർബൺ, ബ്രോമിൻ എലിമിനേറ്റ് ചെയ്യണ കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിനെ പറയാം ബീറ്റ കാർബൺ ആണ്. ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ എലിമിനേഷനെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ പറയും. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഇതേ റിയാക്ഷൻ നമ്മൾ മറ്റൊരു പേരും കൂടി പറയും. ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യുന്നത് ഒരു ഹൈഡ്രജനും ഹാലജനുമാണ്, ഹൈഡ്രജനും ഹാലജനും. സോ നമ്മൾ ഈ എലിമിനേഷന് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഇന്നാലെ നമ്മൾ പറഞ്ഞതാണ് DED എന്ന് ഏത് പ്രോസസ്സിന് മുന്നിൽ കണ്ടാലും റിമൂവൽ എലിമിനേഷൻ എന്നാണ്. ഹൈഡ്രോ ഹാലോജൻ, ഹൈഡ്രജനും ഹാലോജനും, ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്യുന്നു, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡിലേക്ക് ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ഹാലജനും എലിമിനേറ്റ് ചെയ്യും, തൊട്ടടുത്ത കാർബൺ അതായത് ബീറ്റ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യും. സോ 2 കാർബണിടയ്ക്ക് അവരുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രിപ്പറേഷൻ. മൂന്നാമത്തെ ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ്. ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ്. വിസിനൽ ഡൈഹാലൈഡ്സ്. ഡൈഹാലൈഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ കോമ്പൗണ്ടിൽ 2 ഹാലോജൻ ആറ്റം ഉണ്ട്. ഇപ്പോൾ തന്നെ എടുത്ത ആൽക്കൈൽ ഹാലൈഡിൽ ഒരു ഹാലോജൻ ഉണ്ട്, ഒരു ബ്രോമിനെ ഉണ്ടായിരുന്നു. ഡൈഹാലൈഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ 2 ഹാലോജൻ, 2 ബ്രോമിനോ 2 ക്ലോറിനോ എന്താ
അത് അടുത്തടുത്ത കാർബണമയാണ് ആ രണ്ട് ഹാലോജൻ ഉണ്ടെങ്കിൽ 1 2 അല്ലെങ്കിൽ 2 3 അങ്ങനെ രണ്ട് അടുത്തടുത്ത കാർബണമ അഡ്ജസൻ കാർബണമയാണ് ആ രണ്ട് ഹാലോജൻ ആറ്റം വരണമെങ്കിൽ അതിനെ പറയാം വിസിനൽ ഡൈഹാലൈഡ്സ്. അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം കേട്ടോ. CH2Br CH2Br കണ്ടോ, രണ്ട് കാർബണാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഹാലോജൻ ഈ കാർബണമയും ഒരു ഹാലോജൻ ഈ കാർബണമയും. ഇതിന് പേര് പറയാം 1 2 ഒന്നാമത്തെ കാർബണമയും രണ്ടാമത്തെ കാർബണമയും ബ്രോമോ ഡൈബ്രോമോ. രണ്ട് കാർബണുള്ള സിംഗിൾ ബോണ്ട് ഉള്ള ആളെ വിളിക്കുന്ന പേരാണ് ഈഥെയിൻ. 1 2 ഡൈബ്രോമോ ഈഥെയിൻ. ഇതിലേക്ക് സിങ്ക് ചേർത്ത് ഹീറ്റ് ചെയ്യുക കേട്ടോ, സിങ്ക്. അപ്പൊ എന്താ സംഭവിക്കുക, സിങ്ക് ഈ രണ്ട് ബ്രോമിന്റെ കൂടെ ചേരും, ZnBr2 എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ഈ രണ്ട് കാർബണിൽ നിന്ന് ഓരോ ആറ്റം പോയി, കാരണം അവർക്കിടയ്ക്ക് ഡബിൾ ബോണ്ട്. We get CH2 double bond CH2 plus ZnBr2 ഈഥീൻ. അപ്പം അവിടെ ക്ലോറിൻ ആണെങ്കിൽ ZnCl2. അപ്പോൾ ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ്സ് മീൻസ് the two halogen atoms are present on adjacent carbon atoms. On treatment with zinc, ZnCl2 അല്ലെങ്കിൽ ZnX2 ജനറൽ പറയുകയാണെങ്കിൽ X2 അല്ലെങ്കിൽ ZnBr2 എലിമിനേറ്റഡ്. അങ്ങനെ നമുക്ക് ഈഥീൻ കിട്ടും. ഒരു പ്രിപ്പറേഷനും കൂടി ഫ്രം ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. ഫ്രം ആൽക്കഹോൾസ് ബൈ ഡീഹൈഡ്രേഷൻ. ഇവിടെ DE കാണുന്നുണ്ട് കേട്ടോ. DE കണ്ട റിമൂവൽ, എലിമിനേഷൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് ആരാ, ഹൈഡ്രേഷൻ. വാട്ടർ ആണ് എലിമിനേറ്റ് ചെയ്യണത്. ഇവിടെ എലിമിനേറ്റ് ചെയ്യണത് വാട്ടർ. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്നൊക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് വാട്ടർ. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവൽ ഓഫ്, നമ്മൾ പറയില്ലേ ഛർദിയൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ബോഡിയിലത്തെ ജലാംശം മുഴുവൻ പോവുക, അതന്നെ ഇവിടെ ഡീഹൈഡ്രേഷൻ. ആൽക്കഹോളിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെടും. എപ്പോഴും ഡീഹൈഡ്രേഷൻ നടക്കണമെങ്കിൽ ആ കോമ്പൗണ്ടിനെ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യണം. സാധാരണ നല്ലൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റാണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. മറ്റുള്ളവരിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ കഴിവുള്ള ആളാണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. മാത്രമൊന്നുമല്ല കേട്ടോ, ഫോസ്ഫോറിക് ആസിഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റാണ്. അലുമിന Al2O3 നല്ലൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. ഏതെങ്കിലും ചേർത്ത് ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ സൾഫ്യൂരിക് ആസിഡ് പറയാം കേട്ടോ. അപ്പോൾ എത്തനോൾ, ആൽക്കഹോൾ, മിനിമം 2 കാർബണുള്ള ആൽക്കഹോൾ വേണം കേട്ടോ. കാരണം നമ്മുടെ ആൽക്കീൻ ഫസ്റ്റ് മെമ്പർ ഈഥീനാണ്, അതിൽ തന്നെ 2 കാർബൺ ഉണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്യണ ആൽക്കഹോളിൽ മിനിമം 2 കാർബൺ ഉണ്ടാവണം. ഹീറ്റ് ചെയ്യുക. അപ്പോൾ CH3 CH2 OH എത്തനോൾ. ഓൺ ഹീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4 ഹീറ്റ് ചെയ്യും. 443 കെൽവിനിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാർബണിൽ നിന്ന് ഒഴിച്ചും തൊട്ടടുത്ത കാർബൺ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള കാർബണിന് ആൽഫ എന്നും അടുത്ത കാർബണിന് എന്താ പറയുക മക്കളെ, ബീറ്റ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും പോകും. ഇവിടുന്ന് ഒഴിച്ച് ഇവിടുന്ന് എച്ച്, OH ചേർന്ന് എന്ത് പോവും, വാട്ടർ. 2 പേർക്ക് പഠിക്കാൻ ഡബിൾ പോകും. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് വാട്ടർ, പീഥീൻ. അപ്പോൾ ആൽക്കഹോൾസ് ഓൺ ഹീറ്റിംഗ് വിത്ത് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്സ് ലൈക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഹീറ്റഡ് അലുമിനിയം നമുക്ക് ഈഥീൻ കിട്ടും അണ്ടർ ഗുഡ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ ഇത്രയാണ് ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷൻ. ഒന്നും കൂടി ആദ്യം ഫ്രം ആൽക്കൈൻസ്. ആൽക്കൈൻസിൻ്റെ പാർഷ്യൽ റിഡക്ഷനെ നടക്കാൻ പാടുള്ളൂ. ആൽക്കൈൻസിൽ ട്രിപ്പിൾ ബോണ്ടാണ്. ശരിക്കും ഹൈഡ്രജൻ ചേരാണെങ്കിൽ 2H2 ചേരും. പക്ഷെ നമ്മളിവിടെ ഒരു H2 ചേർക്കണുള്ളൂ. അതിനപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റുകൾ അതിനനുസരിച്ച് ചെയ്യും. നമ്മൾ ആദ്യം ചെയ്തത് ലിൻലാർഡ്സ് കാറ്റലിസ്റ്റാണ് ഉപയോഗിച്ചത്. പാർഷ്യലി ഡീആക്ടിവേറ്റഡ് ആയിട്ടുള്ള പല്ലാഡൈസ്ഡ് ചാർക്കോളാണ് ലിൻലാർഡ്സ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഒരു H2 ചേരുള്ളൂ, നമുക്ക് ആൽക്കീൻ കിട്ടും. കിട്ടുന്നത് സിസ് ഐസോമർ ഓഫ് ആൽക്കീനാണ്. സോഡിയം ആൻഡ് ലിക്വിഡ് അമോണിയ ചേർത്താലും നമുക്ക് ഹൈഡ്രജൻ ചേരും. അപ്പോൾ നമുക്ക് കിട്ടുക ട്രാൻസ്ഫോം ഓഫ് ആൽക്കീനാണ് കിട്ടും. ദെൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്ന് ഒരു ഹൈഡ്രജനായിട്ടും ഒരു ഹാലോജനായിട്ടും റിമൂവ് ആകും. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഹാലോജൻ പോകുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ പോവുക. ബീറ്റ കാർബൺ എന്നാണ് ആ കാർബണിനെ പറയുക. ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്ന കാരണം ആ എലിമിനേഷനെ ഡീഹൈഡ്രോ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയും. ദെൻ വിസിനൽ ഡൈഹാലൈഡ്സ്.
അത്തരം കോമ്പൗണ്ട്സിന് 2 ഹാലോജൻ ആറ്റം ഉണ്ടാവും. അതും പ്രസൻറ്റ് ആയിരിക്കുന്നത് 2 അടുത്തടുത്ത കാർബണിനെയാണ്. അത്തരം വിസിനൽ ഡൈഹാലൈഡ്സിനെ സിങ്ക് ചേർത്ത് ഹീറ്റ് ചെയ്താൽ ഇറ്റ് എലിമിനേറ്റ് ലൂസ് എ മോളിക്യൂൾ ഓഫ് ZnCl2 അല്ലെങ്കിൽ ZnBr2 വി ഗെറ്റ് ആൽക്കീൻ. ദെൻ ഫൈനലി ആൽക്കഹോൾസിൻ്റെ ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ മതി. ആൽക്കഹോൾസിന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഇതും ഒരു ബീറ്റ എലിമിനേഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൽ നിന്ന് OH തൊട്ടടുത്ത കാർബൺ, ദാറ്റ് മീൻസ് ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകും. ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യണമെന്ന് മാത്രം. സൾഫ്യൂരിക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ അലുമിന Al2O3 ആരായാലും മതി കേട്ടോ. അപ്പോൾ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അടുത്ത പ്രോപ്പർട്ടീസ്. നേരത്തെ ആൽക്കെയിൻസ് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടീസിന് ആദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അങ്ങനെയാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ അവർ ഫിസിക്കൽ സ്റ്റേറ്റ് നമ്മൾ പറയും, അവർ ഗ്യാസസ് ആണോ ലിക്വിഡ്സ് ആണോ സോളിഡ്സ് ആണോ എന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞ് അവരുടെ സോലിബിലിറ്റി ഇൻ വാട്ടർ പറയും. അത് കഴിഞ്ഞ് ബോയിലിംഗ് പോയിന്റ്. ലൈക്ക് ആൽക്കെയിൻസ് ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു ചെറുതായിട്ട് പൊളാരിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സിസ് ഐസോമർ ആണെങ്കിൽ അത് പോളാറാണെന്ന് നമ്മൾ ജോമെട്രിക്കൽ ഐസോമർസ് പഠിച്ചു. ട്രാൻസ് നോൺ പോളാറാണ്. അപ്പോൾ ആൽക്കെയിൻസിൻ്റെ പോലെ തന്നെ ഒരു വാട്ടർ ഇൻസോൾബിളാണ്, പൊളാരിറ്റി ഇല്ലാത്ത കാരണം. ചെറിയ പൊളാരിറ്റി സിസ് ഐസോമറിന് ഉണ്ടെന്ന് മാത്രം. പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് നോക്കുമ്പോൾ ആൽക്കെയിൻസിനെ പോലെ തന്നെ ആദ്യത്തെ 3-4 മെമ്പേഴ്സ് ഗ്യാസസ് ആണ്. പിന്നെ ഒരു 10-14 മെമ്പേഴ്സ് ലിക്വിഡ്സ്, ലാസ്റ്റ് ഫൈനലി ബാക്കിയൊക്കെ സോളിഡ്സ്. പിന്നെ ഇവരുടെ ബോയിലിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ ഹയർ മെമ്പേഴ്സിലോട്ട് പോകുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. കാരണം നമുക്കറിയാം വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. പിന്നെ ബ്രാഞ്ചിഡ് ചെയിൻ ആൽക്കീൻസിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കീൻസ്. അതിൻ്റെയും കാരണം ഇതാണ്. സർഫസ് ഏരിയ കൂടുന്തോറും വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. സർഫസ് ഏരിയ കുറയുമ്പോൾ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ബ്രാഞ്ചിഡ് ചെയിൻ വരുമ്പോൾ സർഫസ് ഏരിയ കുറയും, വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഈ ആൽക്കീൻസിന് ഒരു പേര് കൂടി പറയും കേട്ടോ. ആൽക്കീൻസിനെ നമ്മൾ പാരഫീൻസ് എന്ന് പറഞ്ഞ പോലെ ഇവരേനെ പറയുന്ന ഒരു പേരുണ്ട്, വിളിപ്പേര് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒലിഫീൻസ്. ആൽക്കീൻസിനെ നമ്മൾ പാരഫീൻസ് എന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, അവർ ലിറ്റിൽ റിയാക്റ്റീവ് ആണ്. ഇത് കാണിക്കുന്നത് ഇവർ ഓയിൽ ഫോമിംഗ് ആണ്. ഒലിഫീൻസ് എന്നുള്ള ഒരു മീനിങ് ഓയിൽ ഫോമിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓയിൽ ഫോമിംഗ്. അതെന്താ കാരണം എന്നറിയോ? ഇതിൻ്റെ ഫസ്റ്റ് മെമ്പർ ഇല്ലേ, ഈഥീൻ, ക്ലോറിനായിട്ട് ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ട് ഓയിലിയാണ്, ഓയിലി ലിക്വിഡാണ്. അതുകൊണ്ടാണ് ഇവരെ ഒലിഫീൻസ് എന്ന് പറയുന്ന പേരൊന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് അഥവാ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇവരുടെ മെയിൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അഡീഷൻ തന്നെയാണ് കേട്ടോ. അഡീഷൻ റിയാക്ഷൻസ്. നമ്മൾ ആൽക്കെയിൻസിൻ്റെ കാര്യത്തിൽ പഠിച്ചപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് അഡീഷൻ റിയാക്ഷൻ. അവിടെ നമ്മൾ ആൽക്കെയിൻസിന് മെയിനായിട്ട് പഠിച്ചത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും കമ്പഷൻ, ഓക്സിഡേഷൻ, അങ്ങനത്തെയൊക്കെ റിയാക്ഷൻസ്. പിന്നെ ഹീറ്റ് ചെയ്തിട്ട് പൈറോളിസിസ് നടത്തുക, ഡീകമ്പോസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ചെയിൻ ഐസോമറിനെ പിടിച്ച് ബ്രാഞ്ച് ഐസോമർ ആക്കുക, ഇവരെ പിടിച്ച് അരോമാറ്റിക് ആക്കുക. അതൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്തത്. ഇവിടെ പകരം നമ്മൾ പറയുന്നത് മെയിൻ ഇവരുടെ റിയാക്ഷൻസ് അഡീഷൻ റിയാക്ഷൻസ് ആണ്. കാരണം ആൽക്കീൻസിൽ നമ്മൾ ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷൻ നെയിമിങ് ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ആൽക്കീൻസിൽ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ആൽക്കീനിലെ C+C ഒരെണ്ണം സിഗ്മ ബോണ്ടും ഒരെണ്ണം പൈ ബോണ്ട്. സിൻസ് ആ പൈ ബോണ്ട് വീക്കർ ബോണ്ടായ കാരണം ഇലക്ട്രോഫൈൽസ് വന്നവർ അറ്റാക്ക് ചെയ്യും, ഇലക്ട്രോഫിലിക് ഏജൻസ് അറ്റാക്ക് ചെയ്യും, ഇവർ ഹൈലി റിയാക്റ്റീവ് ആണെന്നൊക്കെ നമ്മളോട് പഠിച്ചു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അഡീഷൻ റിയാക്ഷനാണ്. ഡബിൾ ബോണ്ട് ഉള്ളവർ, ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരൊക്കെ അത് സിംഗിൾ ബോണ്ട് ആക്കാൻ നോക്കും. സിംഗിൾ ബോണ്ട് ആക്കണമെങ്കിൽ അവർ മോളിക്യൂൾസ് ആറ്റംസിനെ ചേർക്കും. ഇവിടെ ആദ്യം പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അത് നമ്മൾ പ്രിപ്പറേഷൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അത് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസിൽ പഠിച്ചതാണ്. CH2 ഡബിൾ ബോണ്ട് CH2 ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടാൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ആവാം, പല്ലേഡിയം ആവാം, നിക്കൽ ആവാം. അപ്പോൾ ഇതിലൊരു ഹൈഡ്രജൻ ചേരും, ഇതിലൊരു ഹൈഡ്രജൻ ചേരും. വി ഗെറ്റ് ഈഥീൻ. ഇതാണ് ആദ്യത്തെ നമ്മൾ പഠിച്ചത്. ഇത് ഈഥീൻ. അപ്പോൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ അതാ കണ്ടോ, ഡബിൾ ബോണ്ട് ഉള്ളൊരു ട്രിപ്പിൾ ബോണ്ട് ഉള്ളൊരു സാച്ചുറേറ്റഡ് ആവാൻ ശ്രമിക്കുകയാണ്. ഇത് അൺസാച്ചുറേറ്റഡ് ആണ്. ഇപ്പോൾ സാച്ചുറേറ്റഡ് ആവാൻ ശ്രമിക്കുമ്പോൾ അവർ അത്രയും ആറ്റംസിനെ ചേർക്കും. അടുത്ത അഡീഷൻ ഓഫ് ഹാലോജൻ. സാധാരണ ഹാലോജൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ക്ലോറിനും ബ്രോമിനും പറയാറുണ്ട്. മിക്കവാറും എല്ലായിടത്തും ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഹാലോജൻസ് എടുക്കുമ്പോൾ ക്ലോറിനും ബ്രോമിനും കൂടുതൽ നമ്മൾ പറയുക, അയോഡിനും ഫ്ലൂറിനും കൂടുതൽ പറയില്ല. ഇതാ ക്ലോറിൻ, ബ്രോമിൻ. CH2 ഡബിൾ ബോണ്ട് CH2 ബ്രോമിൻ ആഡ് ചെയ്യുന്നു കേട്ടോ. ബ്രോമിൻ ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ് ലൈനി.
ബ്രോമിൻ ഇൻ CCl4 ഡിസോൾവ് ചെയ്ത ബ്രോമിനെ CCl4 കാർബൺ ടെട്രാക്ലോറൈഡിൽ ഡിസോൾവ് ചെയ്ത ലായനിക്ക് നല്ല ഓറഞ്ച് റെഡ് കളറാണ്, അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ കളർ എന്നൊക്കെ പറയും. റെഡിഷ് ബ്രൗൺ കളറാണ് ഈ ലായനിക്ക്. നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയും, ഒരു ബ്രോമിനായിട്ട് ഈ കാർബണും ചേരും, ഒരു ബ്രോമിനായിട്ട് ഈ കാർബണും ചേരും. CH2Br 1 2 ഡൈബ്രോമോ ഈഥെയ്ൻ നമുക്ക് കിട്ടും. ക്ലോറിനെ ചേർക്കണമെങ്കിൽ 1 2 ഡൈക്ലോറോ ഈഥെയ്ൻ കിട്ടും. ഇവിടെ അതിനും നല്ല ഇമ്പോർട്ടൻസ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് മക്കളെ, നമുക്ക് ഇതൊരു എന്താ പറയുക ടെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. എന്തിനുള്ള ടെസ്റ്റാണെന്ന് പറയുമോ, തന്നിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ, സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ എല്ലാം സിംഗിൾ ബോണ്ട്, എല്ലാ കാർബൺ ബോണ്ടുകളും സിംഗിൾ ബോണ്ട്, സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ, അതായത് അവിടെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. ടെസ്റ്റ് ഫോർ എന്താ പറയുക തന്നിട്ടുള്ള കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ, പിന്നെ ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ എന്ന് പറയും. തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. എങ്ങനെയാണ് തിരിച്ചറിയണമെന്ന് പറയാം. ഈഥീൻ എടുത്ത് വയ്ക്കുന്നു, അതിലേക്ക് നമ്മൾ ഈ റെഡിഷ് ലൈൻ ഒഴിക്കുന്നു. ഉടനെ അതിൻ്റെ കളർ നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഉപയോഗിച്ചപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ നല്ല റെഡിഷ് കളറായിരുന്നു, ഇപ്പോൾ അതിൻ്റെ കളർ പോയി. അതിനർത്ഥം കളർ കൊടുത്തിരുന്നത് അവിടെ ഈ ബ്രോമിനാണ് ഇതിൻ്റെ റെഡിഷ് കളറിന് കാരണം. ഈ ലൈനിൻ്റെ ബ്രോമിൻ അതിൽ നിന്ന് ഇയാൾ ഉപയോഗിച്ച് പോയപ്പോൾ ഇറ്റ് ബിക്കം വെറുതെ CCl4 ഈസ് കളർലെസ്. അപ്പോൾ അതിൻ്റെ റെഡിഷ് കളർ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബ്രോമിൻ അതിൽ നിന്ന് ചേർന്നു. ബ്രോമിൻ ചേർന്നെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാകും. അപ്പോൾ തന്നിട്ടുള്ള കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ എന്ന് തിരിച്ചറിയും. ഇത് നമ്മൾ ഈഥെയ്നിലേക്കാണ് ചേർത്തതെന്ന് കരുതി CH3 സിംഗിൾ ബോണ്ട് CH3 ഒന്നും സംഭവിക്കില്ല, കളർ അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ഒഴിച്ച റെഡിഷ് കളർ അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ റെഡിഷ് കളർ ഉണ്ടായിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ കളർ നഷ്ടപ്പെട്ടു. സോ ഇങ്ങനെ നമുക്ക് ഈ കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ റിയാക്ഷൻ. ക്ലോറിൻ ചേർത്താൽ ഇതുപോലെ തന്നെ കേട്ടോ. ദെൻ അഡീഷൻ ഓഫ്, ഇപ്പം നമ്മൾ ആദ്യം ചേർത്തത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, പിന്നെ ചേർത്തത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഇനി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഹൈഡ്രജൻ ഹാലൈഡായിട്ട് സാധാരണ നമ്മൾ പറയാം HCl HBr HI ഒക്കെയാണ് കേട്ടോ. HF ഇവിടെ നമ്മൾ പറയുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രജൻ ഹൈഡ്രേറ്റ് ചേർക്കാം. നേരത്തെ ചേർന്നപ്പോൾ രണ്ടും ഒരേ ആറ്റംസ് ആയിരുന്നു, ഇപ്പോൾ ചേർക്കുമ്പോൾ ഒരാൾ ഹൈഡ്രജൻ ആയിട്ടും ഒരാൾ ക്ലോറിൻ ആയിട്ടും കേട്ടോ. CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീൻ പ്ലസ് HCl ചേർക്കും. ഹൈഡ്രജൻ ഈ കാർബണിലേക്ക് ചേർന്നു, ക്ലോറിനേക്ക് CH3 ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ടായി CH2Cl ക്ലോറോ ഈഥെയ്ൻ. അല്ലെങ്കിൽ ഈഥൈൽ ക്ലോറൈഡ്. ക്ലോറോ ഈഥെയ്ൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ IUPACനെ, ഈഥൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോമൺ നെയിം. ഞാൻ ഈഥെയ്ന് പകരം പ്രൊപ്പീൻ എടുക്കട്ടെ കേട്ടോ. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് നമുക്ക് ഇനി HI എടുക്കാം, അല്ലെങ്കിൽ HBr എടുക്കാം. ശ്രദ്ധിച്ചേ മക്കളെ, നേരത്തെ നമ്മൾ ചേർത്തപ്പോൾ HCl ചേർത്തപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള കാർബണുകൾ ഈ ഡബിൾ ബോണ്ട് സിമെട്രിക്കലാണെന്ന് പറയുന്നുണ്ട്. ഈ ആൽക്കിൻ സിമെട്രിക്കലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിൻ്റെ ഈ സൈഡും ഒരുപോലെ, അതായത് ഈ ഹൈഡ്രജൻ ചേരണ ക്ലോറിൻ ചേരണ ഈ രണ്ട് കാർബണുകളും ഒരുപോലെ ചേരുന്നു. അതാണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡബിൾ ബോണ്ട് നോക്കി മക്കളെ, ഡബിൾ ബോണ്ടിൻ്റെ ഈ സൈഡിലുള്ള കാർബൺ CH2, ഡബിൾ ബോണ്ടിന് ഇപ്പുറത്തെ സൈഡിലുള്ള കാർബണിന് ഒരു ഹൈഡ്രജനും ഒരെണ്ണം CH3. അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി കാണിക്കാം. ഇതാ ഈ CH2ന് കണ്ടാൽ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ അതിനും ഇങ്ങനെ എഴുതി കാണിക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ മക്കളെ, ഡബിൾ ബോണ്ടിൻ്റെ ഈ സൈഡിലുള്ള കാർബണിന് രണ്ടും ഹൈഡ്രജൻ, ഡബിൾ ബോണ്ടിൻ്റെ ഈ സൈഡിലുള്ള കാർബണിന് ഒരു ഹൈഡ്രജൻ ഒരു CH3. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ആൽക്കീൻ ഈസ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന റിയേജൻറ്റും അൺസിമെട്രിക്കലാണ്. ഇതിപ്പോൾ H2 ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, ചേർന്നത് രണ്ടും ഒരേപോലത്തെ ആളുകളല്ല, ഒരു വിഷയമല്ല. ആരെ ചേർത്താലും ഒരു വിഷയമില്ല. Cl2 ചേർത്താലും ഒരു കുഴപ്പമില്ലായിരുന്നു, Br2 ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത റിയേജൻറ്റും അൺസിമെട്രിക്കലാണ്, ചേരണ ഡബിൾ ബോണ്ടും അൺസിമെട്രിക്കലാണ്. സോ ഇവിടെ അഡീഷൻ നടത്തുമ്പോൾ നമ്മൾ ഒരു റൂൾ ഒബേ ചെയ്യണം, മാർക്കോണിക്കോവ്സ് റൂൾ.
ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ് അഡീഷൻ നടക്കുക. അതുകൊണ്ട് ഈ അഡീഷനെ നമ്മൾ പറയാം മാർക്കോണിക്കോവ്സ് അഡീഷൻ എന്ന് പറയും. എന്താ അദ്ദേഹം പറയണെന്നുള്ള കാര്യം പറയാം. ഈ റൂളിൽ പറയുന്ന കാര്യം, when an unsymmetrical reagent like HCl, HBr, HI, when adds to an unsymmetrical double bond, unsymmetrical ആയിട്ടുള്ള ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ the positive part of the reagent, മിക്കവാറും നമ്മൾ ആഡ് ചെയ്യുന്ന റിയേജന്റിലെ പോസിറ്റീവ് പാർട്ട് ഹൈഡ്രജൻ ആയിരിക്കും. പോസിറ്റീവ് H plus Br minus, positive part of the reagent adds to the carbon carrying more number hydrogen, greater number hydrogen. നോക്കൂ മക്കളെ, ഈ കാർബണിന് 2 ഹൈഡ്രജൻ, ഈ കാർബണിന് 1 ഹൈഡ്രജനും 1 CH3 അല്ല, 1 ഹൈഡ്രജനേ ഉള്ളൂ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. കൂടുതൽ ഹൈഡ്രജനുള്ള കാർബൺ ഏതാ? ഈ കാർബൺ. സോ ഈ കാർബണിനെയാണ് ഹൈഡ്രജൻ ചേരുക, പോസിറ്റീവ് ചേരുക. അപ്പോൾ പോസിറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് goes to attaches to the carbon which carry higher number hydrogen. നെഗറ്റീവ് പാർട്ട് ലെസർ നമ്പർ ഹൈഡ്രജനുള്ളിലേക്ക് ചേരും. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് CH3 CH Br കൂടെ ചേരും. സിംഗിൾ ബോണ്ട് CH2 ഓൾറെഡി ഉണ്ട്, H കൂടി ചേരുമ്പോൾ CH3 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 ഇത് ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ബ്രാഞ്ച് പോലെ കാണിക്കണമെന്നില്ല. ഇതിൻ്റെ പേര് 2-bromopropane. 2-bromopropane. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജന്റ് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഡബിൾ ബോണ്ടിലോട്ട് ആഡ് ചെയ്താൽ പോസിറ്റീവ് പാർട്ട് കൂടുതൽ ഹൈഡ്രജൻ ആയിട്ടുള്ള കാർബണിലേക്ക് ചേരും, ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് ചേരും. നെഗറ്റീവ് പാർട്ട് കുറച്ച് ഹൈഡ്രജനുള്ളിലേക്കും ചേരും. അപ്പോൾ നമുക്ക് കിട്ടാം 2-bromo അല്ലെങ്കിൽ 2-chloro ആൽക്കെയിനാണ് കിട്ടുക. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ, ഒപ്പം മറ്റേ പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്. CH3 ഹൈഡ്രജൻ ഇതുമ്പോൾ ചേരും, CH2 ബ്രോമിൻ ഇതുമ്പോൾ ചേരും. ഇതിനെ പറയാം 1-bromopropane. രണ്ടും കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിത് അവിടെ പ്ലസ് ഇട്ടുണ്ട്, നമ്മൾ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഇത് 85% ഉണ്ടെങ്കിൽ ഇത് ഓൺലി 15% ഉണ്ടാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട മേജർ പങ്കും ഈ പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് മാത്രം എഴുതുമ്പോഴും നമുക്ക് ആൻസർ മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ദ മേജർ പ്രൊഡക്റ്റ് ഈസ് മാർക്കോണിക്കോവ്സ് പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മാർക്കോണിക്കോവ്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മാർക്കോണിക്കോവ്സ് റൂൾ പ്രകാരമുള്ള പ്രൊഡക്റ്റ്. അപ്പം നമുക്ക് രണ്ടും കിട്ടുന്നുണ്ട്, അതായത് ഹൈഡ്രജൻ ഇതുമീൻ ചേരാം ഇതുമീൻ ചേരാം എന്നർത്ഥം. പക്ഷെ ഹൈഡ്രജൻ മെയിൻ ആയിട്ട് ചേരുക ഇതുമ്പോൾ തന്നെയാണ്. 85% 2-bromopropane കിട്ടാം, 15% മാത്രമേ ഇത് കിട്ടുള്ളൂ, 1-bromopropane കിട്ടുള്ളൂ. ഇതാണ് മാർക്കോണിക്കോവ്സ് അഡീഷൻ. അപ്പോൾ ഒന്നുകൂടി പറയാൻ ടീച്ചർ, ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കുന്ന റിയേജൻറ്റിൽ 2 ആറ്റവും ഡിഫറെൻ്റ് ആവുക അത്രേ ഉള്ളൂ. ലൈക്ക് HCl when adds to an unsymmetrical double bond, ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ അപ്പുറം ഇപ്പുറം ഒരുപോലെ ആവാതിരിക്കും എങ്കിൽ ദ പോസിറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജൻറ്റ്, ദാറ്റ് മീൻസ് ഇവിടെ ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച്ഡ് ടു ദ കാർബൺ വിച്ച് ക്യാരി ഹയർ നമ്പർ ഹൈഡ്രജൻ ആറ്റം. സോ നമുക്കതനുസരിച്ച് ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് HBr ആട്ടാം. 2-bromopropane ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ആൻഡ് 1-bromopropane ഈസ് ദ മൈനർ പ്രൊഡക്റ്റ്. ഇതിൽ മാർക്കോണിക്കോവ്സ് പ്രൊഡക്റ്റ് എന്നറിയപ്പെടുക ഇത്. ഇനി ഇതേ അഡീഷൻ തന്നെ ശ്രദ്ധിക്കാട്ടോ, ഇതേ അഡീഷൻ തന്നെ പ്രൊപ്പീനിലോട്ട് നമ്മൾ HBr തന്നെ ആഡ് ചെയ്യുന്നു. പ്രൊപ്പീനിലോട്ട് CH3 CH ഡബിൾ ബോണ്ട് CH2 HBr തന്നെ ആഡ് ചെയ്യുന്നു കേട്ടോ. ഈ അഡീഷൻ എടുക്കുമ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് HBr എടുക്കുക, HCl എടുക്കുക, HI എടുക്കുക, ഒരു വിരോധമില്ല. പക്ഷേ ടീച്ചർ ഇനി പറയണേൽ HCl HI എടുക്കരുത്, HBr മാത്രം എടുക്കുള്ളൂ കേട്ടോ. ഈ അഡീഷൻ നടക്കുന്നത് ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ്. എന്താ പെറോക്സൈഡ്? ഒരു പെറോക്സൈഡ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. O ബോണ്ട് ഉള്ളവരെയാണ് പെറോക്സൈഡ്സ് എന്ന് പറയുന്നത്. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്, Na2O2 സോഡിയം പെറോക്സൈഡ്. ഇവിടെ വെച്ച് നമ്മൾ എടുക്കുന്നത് ഓർഗാനിക് പെറോക്സൈഡാണ്, ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയും. C6H5CO twice O2 കണ്ട H2O2 എന്ന് പറയുന്ന പോലെ. ഫോർമുല അറിയില്ലെങ്കിൽ ഓർഗാനിക് പെറോക്സൈഡ് എന്ന് എഴുതിയാൽ മതി. പേര് പറയാം, ബെൻസോയിൽ പെറോക്സൈഡ്. സെയിം ഇത് തന്നെയാണ് അഡീഷൻ നടത്തുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ആരും എടുത്തില്ല, ഇവിടെ നമ്മളൊരു ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഈ റിയാക്ഷൻ നടത്തുന്നു. അപ്പോൾ ഇപ്പം കിട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രൊഡക്റ്റാണ് കിട്ടുക. ദാറ്റ് മീൻസ് ഇവിടെ ഹൈഡ്രജൻ ചേരും, ലെസർ നമ്പർ ഹൈഡ്രജൻ ഉള്ളിടത്ത് ഹൈഡ്രജനും മോർ നമ്പർ ഉള്ളിടത്ത് നെഗറ്റീവ് പാർട്ടും ചേരും. CH3 CH2 CH2Br
ഇത് മേജർ പ്രൊഡക്റ്റ് 1-bromopropane മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഇഫക്റ്റിനെ പറയുന്ന പേരാണ് കരാഷ് പെറോക്സൈഡ് ഇഫക്റ്റ്, അല്ലെങ്കിൽ വെറും പെറോക്സൈഡ് ഇഫക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ആൻറ്റി മാർക്കോണിക്കോഫ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 2-bromopropane ആണ് മേജർ പ്രൊഡക്റ്റ് കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാം 1-bromopropane. അപ്പോൾ ആകെ ചെയ്തത് സെയിം അഡീഷൻ തന്നെ നടത്തി, പക്ഷേ ഇൻ പ്രസൻസ് ഓഫ് എൻ ഓർഗാനിക് പെറോക്സൈഡ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് നേരത്തെ കിട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവം. മാർക്കോണിക്കോഫ്സിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റി മാർക്കോണിക്കോഫ്സ് അഡീഷൻ എന്താ പറയുക. ഇത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട് ആൽക്കീൻസിന് ഒരു 2-3 റിയാക്ഷൻസ്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അഡീഷൻ ഓഫ് വാട്ടർ, സൾഫ്യൂരിക് ആസിഡ്, വാട്ടർ, എന്തായാലും അതൊരു ക്ലാസ്സും കൂടി വേണ്ടി വരും. ഇതുപോലെ തന്നെ കുറച്ച് സമയം, ഒരു അരമണിക്കൂറോളം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റെഡി ആവാൻ വേണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ടീച്ചർ അത് അടുത്തേൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നാളത്തെ ക്ലാസ്സിന് മുന്നേ ഒരു കാര്യം ടീച്ചർക്ക് പറയാനുള്ളത്, ഇതൊന്നും നിങ്ങൾ പഠിച്ചാലേ നാളെ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ കാണാണ്ട് പഠിക്കണമെന്നൊന്നും പറയില്ല ടീച്ചർ. ഈ മാർക്കോണിക്കോഫ്സ് അഡീഷൻ വരെ, ആൻറ്റി മാർക്കോണിക്കോഫ്സ് അഡീഷൻ വരെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.